ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വറ്റിച്ച തക്കാളി കറിയും ചപ്പാത്തിയുമാണ്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും, പരത്തുകയും ചുടുകയും വേണം. ഏട്ടനും സഹായിക്കുന്നത് കൊണ്ട് വേഗത്തിലാവും. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും കറിയും ഒക്കെ റെഡിയായി. ഇനി ഉച്ചയ്ക്കുള്ള മീൻ കറിയാണ്. മത്തി തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത്. അതിനായി തക്കാളിയും പച്ചമുളകും മത്തിയും കൂടി അടുപ്പത്ത് വയ്ക്കുകയാണ്. തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം മീനിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് തിളപ്പിക്കുകയാണ്. യാദവിന് ഇന്ന് പബ്ലിക് എക്സാം തുടങ്ങുകയാണ്. ഇച്ചുവിന് തുടങ്ങിയിട്ടില്ല. അവന് വെള്ളിയാഴ്ച മുതലാണ് അവന് തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് പയറും കൂടിയുണ്ട്. ഇനി അതും കൂടി ഒന്ന് മുറിച്ചിട്ടെടുക്കണം. എപ്പോഴും എന്തെങ്കിലും ഒരു വറവുണ്ടായിരിക്കും. ഇന്ന് പയറാണ് വെക്കുന്നത്. അപ്പോൾ ചെറുതായി അരിഞ്ഞ് വെച്ച് ഇനി അത് വറവിലേക്ക് ഇടണം. അപ്പോൾ യാദുവിന് ഉച്ചവരെ പരീക്ഷയുണ്ടായിരുന്നുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് വന്ന് ചോറുണ്ണുകയാണ്. അങ്ങനെ നല്ല മീൻ കറിയും വറവും പപ്പടവുമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ ഇച്ചുവിനെയും കൂട്ടി വന്നു. വൈകുന്നേരത്തെ അടിച്ച് വരലൊക്കെയാണ്. പരീക്ഷയൊക്കെ നന്നായി എഴുതിയെന്നാണ് പറഞ്ഞത്. അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവനെന്നാണ് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഒന്ന് എടുത്ത് നോക്കണം. വൈകുന്നേരത്തെ ഓരോ പണികളും അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് വാരണം, അകമൊക്കെ അടിച്ച് വാരി ഇനി മുറ്റമൊക്കെ അടിച്ച് വാരണം. യാദവും മിച്ചും കൂടി പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നേരത്തെ പറയുന്നുണ്ട് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസറുമൊക്കെ നോക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷായിരുന്നു എക്സാം. ഇംഗ്ലീഷ് മാത്സുമാണ് അവന് കുറച്ചും കൂടി വിഷമം. ഇംഗ്ലീഷ് ഓക്കെയാണ്, മാത്സാണ് പിന്നെയും കുറച്ചും കൂടി വിഷമമുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വന്നിട്ട് ഓരോ നോക്കലാണ്. വിചാരിച്ചതിലധികം എളുപ്പമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇനി വെള്ളിയാഴ്ച പരീക്ഷയുള്ളൂ. അപ്പോൾ ഇടവിട്ടിട്ടാണ് പരീക്ഷയുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ആൻസറും കൂടി അവൻ പറയുകയാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്കുള്ളത് എടുത്ത് പഠിക്കാൻ നോക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ പരീക്ഷയെപ്പോലെ തന്നെ എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വർഷം കഴിയാറായി. ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെക്കേഷനായി. ഇത്ര പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇനി യാദു 7ാം ക്ലാസ്സിലേക്കും ഇച്ചു 3ാം ക്ലാസ്സിലേക്കുമാണ് പോകേണ്ടത്. ഇപ്പം തൊട്ട് സ്കൂൾ തുറന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. കാരണം അത്രമാത്രം ദിവസങ്ങൾ പോയി. എല്ലാ സ്കൂളിലെയും ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി എല്ലാ സ്കൂളിലും പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു മാസം പരീക്ഷാ ചൂടിലേക്ക് കുട്ടികൾ കടക്കുകയാണ്. അപ്പം നമ്മുടെ ചീരയൊക്കെ ചെറുതായി വളർന്നു വന്നിട്ടുണ്ട്. ചെറിയ പൊടിയായി വന്നിട്ടുണ്ട്. ഇനി അതിന് വെള്ളം നനയ്ക്കണം. ഇച്ചു പൈപ്പ് കണ്ടാൽ ഇച്ചു നേരെ ഇതിലേക്കാണ് ഓടുന്നത്. അപ്പോൾ പൈപ്പൊക്കെ തുറന്ന് അവൻ തന്നെ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അവൻ നനയ്ക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.